ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മനോഹരമായ ഒരു ഹിന്ദി കവിതയാണ്. ദോ മുझे ഖുലാ ആകാശ്. ഈ കവിത എഴുതിയത് രമേശ് തൈലിംഗ് ആണ്. ഈ കവിതയിൽ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്വാതന്ത്ര്യത്തിനുള്ള മോഹവും വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചിലപ്പോൾ തോന്നാറില്ലേ, പക്ഷിയെപ്പോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അത്തരത്തിലുള്ള ചിന്തകളാണ് ഈ കവിതയുടെ അടിസ്ഥാനം. ആദ്യം കവിത വായിക്കാം. चांदनी की नदी में नहाऊं कभी, बादलों की पतंगे उड़ाऊं कभी, तुम मुझे जो खुला एक आकाश दो, तो परिंदा सा उड़कर दिखाऊं कभी, फूलों पर नाचती तितलियां देखकर मेरा मन जा रहा हाथों से छूटकर, सोचता हूँ हवाओं के कंधे पर चढ़ सारी दुनिया का चक्कर लगाऊं कभी, एक सपना था कल रात आया मुझे, पर्वतों ने हो जैसे बुलाया मुझे, दोस्त हो मेरी जो बर्फ़ की चोटियाँ, लौट कर अपने घर फिर न आऊँ कभी, खूबसूरत है दुनिया ये कहते हैं सब, चैन से पर कहाँ इसमें रहते हैं सब, एक पल की भी फुर्सत किसी को नहीं, मन की बातें ये किसको सुनाऊँ अभी. രമേശ് തൈലിംഗ്. ഓരോ സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷൻ നോക്കാം. ചാന്ദിനി കി നദി മേ നഹാവും കഭി. ചാന്ദിനി എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്രകാശം, മൂൺലൈറ്റ്. നദി നദിയാണ്. നഹാവ് എന്ന് പറഞ്ഞാൽ കുളിക്കണം. ഇതിൻ്റെ സെൻറ്റൻസ് മീനിങ് ആയിട്ട് നോക്കാം. ഒരിക്കൽ ചന്ദ്രപ്രകാശത്തിൻ്റെ നദിയിൽ കുളിക്കണം. ഇവിടെ ആക്ച്വലി ചന്ദ്രപ്രകാശം, മൂൺലൈറ്റിൻ്റെ നദിയൊന്നുമില്ല. കവി തൻ്റെ ഇമാജിനേഷനെ കുറിച്ചാണ് പറയുന്നത്. സങ്കല്പം, പ്രകൃതിയുടെ സൗന്ദര്യം അത് ആസ്വദിക്കാനും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനുമുള്ള ആഗ്രഹമാണ് കവി കാണിച്ചു തരുന്നത്. ബാദലോം കി പതംഗെ ഉഡാവും കഭി. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, പതംഗ് പട്ടം, ഉഡാവും പറത്തണം. ആ ലൈൻ്റെ മീനിങ് എനിക്കൊരിക്കൽ മേഘങ്ങളുടെ പട്ടം പറത്തണം. ഇവിടെ കവി തൻ്റെ ഭാവനാശക്തി കാണിക്കുകയാണ്. കുട്ടികളുടെ മനസ്സ് എപ്പോഴും ഒരു സങ്കല്പ ലോകത്തിലാണെന്ന് കാണിക്കുന്നു. മുझे जो खुला एक आकाश दो. ഇതിൽ ഖുല എന്ന് പറഞ്ഞാൽ തുറന്ന്, ആകാശ് ആകാശം. നിങ്ങൾ എനിക്കൊരു തുറന്ന ആകാശം തന്നാൽ. ഇതാണ് കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി. ഇവിടെ ഖുല ആകാശ് എന്നത് വെറും ആകാശമല്ല. അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം, അവസരങ്ങൾ, എല്ലാ സ്വപ്നങ്ങളും ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു അവസരം. തോ പരിന്ദേ സാ ഉഡ്കർ ദിഖാവും അഭി. പരിന്ദ എന്ന് പറഞ്ഞാൽ പക്ഷി, ഉഡ്കർ പറന്ന്, ദിഖാവും കാണിച്ചു തരാം. ഞാൻ പക്ഷിയെപ്പോലെ പറന്ന് കാണിച്ചു തരാം. എനിക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് കവി പറയുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. ഫൂലോം പർ നാച്തി തിത്ലിയാ ദേക്കർ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, തിത്ലി ചിത്രശലഭം, ബട്ടർഫ്ലൈ. ദേക്കർ കണ്ടപ്പോൾ, പൂക്കളിൽ ഡാൻസ് ചെയ്യുന്ന ബട്ടർഫ്ലൈസിനെ കണ്ടപ്പോൾ. ബട്ടർഫ്ലൈസിൻ്റെ സ്വാതന്ത്ര്യം കണ്ടപ്പോൾ കവിക്കും സ്വതന്ത്രനാകാൻ തോന്നുന്നു. മേരാ മൻ ജാ റഹാ ഹാഥോ സേ ഛൂട്ട് കർ. മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ഛൂട്ട് കർ വിട്ടുപോയി. എൻ്റെ മനസ്സ് കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ തോന്നുന്നു. ഇതിൽ കവി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കവിയുടെ മനസ്സ് സന്തോഷവും സ്വപ്നങ്ങളും കൊണ്ട് നിറയുന്നു. സോച്താ ഹൂ ഹവാओं के कंधे पर चढ़. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, കന്ധ തോള്, ചട് കയറുക, കാറ്റിൻ്റെ തോളിൽ കയറി. ഇതും ഒരു സങ്കല്പമാണ്. കവി ദൂരദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സാരി ദുനിയാ കാ ചക്കർ ലഗാവും കഭി. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ചക്കർ ലഗാന ചുറ്റിക്കാണുക, ലോകം മുഴുവൻ ചുറ്റിക്കാണണം. കവി ഉദ്ദേശിക്കുന്നത് പുതിയ സ്ഥലങ്ങളും പുതിയ അനുഭവങ്ങളെല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം. മൂന്നാമത്തെ സ്റ്റാൻസ. ഏക് സപ്ന ഥാ കൽ രാത് ആയാ മുझे. സപ്ന എന്ന് പറഞ്ഞാൽ സ്വപ്നം, രാത് രാത്രി. ഇന്നലെ രാത്രി ഒരു സ്വപ്നം എനിക്ക് വന്നു. പോയറ്റ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കവിയുടെ മനസ്സ് സ്വപ്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പർവ്വതോ നേ ഹോ ജൈസെ ബുലായ മുझे. പർവ്വത് എന്ന് പറഞ്ഞാൽ മല, ബുലായ വിളിച്ചു, മലകൾ എന്നെ വിളിക്കുന്നത് പോലെ തോന്നി. പ്രകൃതിയുടെ സൗന്ദര്യം കവിയെ ആകർഷിക്കുന്നു. ദോസ്ത് ഹോ മേരി ജോ ബർഫ് കി ചോട്ടിയാ. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, സുഹൃത്ത്. ബർഫ് മഞ്ഞ്, ചോട്ടി കൊടുമുടി.
മഞ്ഞുമലകളുടെ കൊടുമുടികൾ എൻ്റെ സുഹൃത്തുക്കളാകട്ടെ എന്നാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. പോയറ്റ് ആക്ച്വലി ആഗ്രഹിക്കുന്നത് പ്രകൃതിയുടെ അടുത്ത് ജീവിക്കാനുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത്. ലോട്ട് കർ അപ്നെ ഘർ ഫിർ ന ആവും കഭി, തിരികെ വീട്ടിലേക്ക് വരാതിരിക്കണം. ഇത് എത്ര മനോഹരമാണെന്ന് കവി പറയുന്നു. ഫോർത്ത് സ്റ്റാൻസ. ഖൂബ്സൂരത് ഹെ ദുനിയ യെ കഹത്തെ ഹെ സബ്. ഖൂബ്സൂരത് എന്ന് പറഞ്ഞാൽ സുന്ദരം, ബ്യൂട്ടിഫുൾ. ദുനിയ ലോകം, ലോകം മനോഹരമാണെന്ന് എല്ലാവരും പറയുന്നു. പോയിറ്റ് പറയുന്നത് ലോകത്തിൽ സൗന്ദര്യം ധാരാളമുണ്ട്. സേ പർ കഹാ ഇസ്മേ രഹത്തെ ഹെ സബ്. ചേൻ എന്ന് പറഞ്ഞാൽ സമാധാനം. പക്ഷേ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടോ? പോയറ്റ് ചോദിക്കുന്നത് ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഏക് പൽ കി ഭി ഫുർസത് കിസി കോ നഹി. പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം. ആർക്കും ഒരു നിമിഷം പോലും ഒഴിവ് സമയം ഇല്ല. പോയിട്ട് പറയുന്നത് എല്ലാവരും സ്വന്തം കാര്യങ്ങളിൽ തിരക്കിലാണ്. മൻ കി ബാത്തേ യേ കിസ്കോ സുനാവും അഭി. മൻ കി ബാത്തേ മനസ്സിലെ കാര്യങ്ങൾ, സുനാവും പറയുക. സെൻറ്റൻസ് പറയുന്നത് എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഞാൻ ആരോട് പറയണം? മനുഷ്യർ പരസ്പരം കേൾക്കാൻ സമയം കണ്ടെത്തണം എന്ന സന്ദേശം കവി നൽകുന്നു. ഇനി നമുക്ക് ഈ കവിതയുടെ സമ്മറി ഒന്ന് നോക്കാം. ഈ കവിതയിൽ കവി ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് കാണിക്കുന്നത്. അവൻ പക്ഷിയെപ്പോലെ ഇൻഡിപെൻഡൻ്റായി പറക്കാനും ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നു. കവിതയിലെ ഖുല ആകാശ് എന്ന് പറയുന്നത് വെറും ആകാശമല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെയും അവസരങ്ങളുടെയും പ്രതീകമാണ്. ലോകം വളരെ സുന്ദരമാണെങ്കിലും ആളുകൾ എല്ലാവരും അവരുടെ സ്വന്തം കാര്യങ്ങളിൽ തിരക്കിലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലെ വികാരങ്ങൾ കേൾക്കാൻ ആർക്കും സമയമില്ല എന്ന് കവി പറയുന്നത്. ഈ കവിതയുടെ പ്രധാനമായിട്ടുള്ള ആശയം, അതായത് മെസ്സേജ്, സ്വാതന്ത്ര്യം, ഭാവനാശക്തി, പ്രകൃതി സ്നേഹം, പിന്നെ കുട്ടികളുടെ സ്വപ്നങ്ങൾ. ഇതാണ് ദോ മുജെ ഖുല ആകാശ് എന്ന കവിതയുടെ സമ്മറി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം ടിപ്പ്, പരീക്ഷയ്ക്ക് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഖുല ആകാശ് എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും അവസരങ്ങളുടെയും പ്രതീകമാണ്. ഇനി നമുക്ക് ടെക്സ്ച്വൽ എക്സർസൈസസ് നോക്കാം. ആദ്യം മുഖ് സേ ഓറൽ ക്വസ്റ്റ്യൻസ്. ഖുല ആകാശ് മിലെ തോ കവി ക്യാ കरेंगे. ഖുല ആകാശ് മിലെ തോ കവി പരിന്ദേസ ഉഡ്കർ ദിഖാएंगे. തുറന്ന ആകാശം ലഭിച്ചാൽ കവി പക്ഷിയെപ്പോലെ പറന്ന് കാണിക്കും. കവി ने क्या सपना देखा. कवि ने सपना देखा कि पर्वतों ने उन्हें बुलाया है. മലകൾ തന്നെ വിളിക്കുന്നത് പോലെ ഒരു സ്വപ്നമാണ് കവി കണ്ടത്. ബർഫ് की चोटियों से दोस्ती हो जाए तो कवि क्या करेंगे. बर्फ की चोटियों से दोस्ती हो जाए तो കവി ലौट कर अपने घर नहीं आएंगे. മഞ്ഞുമലകളുടെ കൊടിമുടികളുമായി ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ കവി തിരികെ വീട്ടിലേക്ക് വരില്ല. തിത്ലിയോं को देखकर कवि को कैसा लग रहा है. तितलियों को देखकर कवि का मन हाथों से छूटकर उड़ना चाहता है. ചിത്രശലഭങ്ങളെ കണ്ടപ്പോൾ കവിയുടെ മനസ്സ് സ്വതന്ത്രമായി പറക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി റിട്ടൺ ആൻസേഴ്സ് കലം സെ. खुला आकाश से कवि का क्या तात्पर्य है. खुला आकाश से कवि का तात्पर्य स्वतंत्रता और अवसरों से है. खुला ആകാശ് എന്നത് സ്വാതന്ത്ര്യത്തെയും അവസരങ്ങളെയും സൂചിപ്പിക്കുന്നു. कवि का मन क्यों भाग रहा है. फूलों पर नाचती तितलियों को देखकर कवि का मन स्वतंत्र होकर उड़ना चाहता है, इसलिए उसका मन भाग रहा है. പൂക്കളിൽ നൃത്തം ചെയ്യുന്ന ചിത്രശലഭങ്ങളെ കണ്ടപ്പോൾ കവിയുടെ മനസ്സ് സ്വതന്ത്രമായി പറക്കാനും ലോകം കാണാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മനസ്സ് ഓടിപ്പോകുന്നത് പോലെ തോന്നുന്നത്. ദുനിയ खूबसूरत है फिर भी यहाँ चैन क्यों नहीं है. दुनिया खूबसूरत है लेकिन लोग अपने अपने कामों में इतने व्यस्त हैं कि उन्हें चैन से रहने का समय नहीं मिलता. ലോകം മനോഹരമാണെങ്കിലും ആളുകൾ സ്വന്തം കാര്യങ്ങളിൽ വളരെ തിരക്കിലാണ്. സമാധാനത്തോടെ ജീവിക്കാൻ അവർക്കും സമയം ലഭിക്കുന്നില്ല. दुनिया के लोगों से कवि को क्या शिकायत है. कवि को शिकायत है कि लोगों के पास एक पल की भी फुर्सत नहीं है.
और वे किसी की मन की बात नहीं सुनते. ആളുകൾക്ക് ഒരു നിമിഷം പോലും ഒഴിവ് സമയമില്ലെന്നും മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ കേൾക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ലെന്നും കവി പരാതിപ്പെടുന്നു. പരീക്ഷയിൽ ഈ ഉത്തരങ്ങൾ ഇതേ രീതിയിൽ എഴുതിയാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. MCQ നോക്കാം. സഹി ഉത്തർ पर टिक का चिन्ह लगाइए. Put a tick mark against the correct answer. First one, चांदनी की नदी में नहाऊं का अर्थ है. ऑप्शन बी, चांदनी रात का आनंद लूं. बादलों की पतंगे से तात्पर्य है. ऑप्शन सी, बादलों को पतंग बनाकर उड़ाऊं. अर्थ, कवि दुनिया की सैर करना चाहते हैं. ऑप्शन बी, हवाओं के कंधे पर.